ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തെ കിളിക്കൂടുന്ന സൂപ്പർ ഹിറ്റ് പരമ്പരയുടെ സൂപ്പർ അപ്കമിങ് വിശേഷത്തിലേക്ക് സ്വാഗതം. അതിനു മുമ്പ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെടുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാ ദിവസവും രാവിലെ 9 മണിക്ക് തന്നെ പുതുപുത്തൻ വിശേഷങ്ങളുമായിട്ട് എത്തുന്നതായിരിക്കും. അപ്പോൾ വരും ദിവസത്തെ അപ്കമിങ് വിശേഷത്തിൽ 2 പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മളിന്ന് പറയുന്നത് കേട്ടോ. ഒന്ന്, സുധീഷിൻ്റെ ജീവിതത്തിൽ വലിയൊരു തിരിച്ചടി അല്ലെങ്കിൽ വലിയൊരു അപകടം സംഭവിക്കുകയാണ്. ആ അപകടത്തിന് ശേഷം സുധീഷ് പോലീസ് കസ്റ്റഡിയിലാകുകയും ജയിലിലാകുകയും ചെയ്യുന്ന ഒരു വളരെ ദുഃഖകരമാകുന്നൊരു കാഴ്ചയുണ്ട്. അതിനോടൊപ്പം തന്നെ രണ്ടാമത്തെ കാര്യം, സന്തോഷമുളവാക്കുന്ന കാര്യം മറ്റൊന്നുമല്ല, നമ്മുടെ നിധിക്ക് വലിയൊരു സർപ്രൈസ് ഗിഫ്റ്റ് സുധീഷ് കൊടുക്കുക കേട്ടോ. ആ ഗിഫ്റ്റ് കാണുമ്പോൾ നിധിക്ക് വളരെ സന്തോഷമുണ്ടാകുകയും, നിധിക്ക് മാത്രമല്ല സുഭാഷിനും ഹരീഷിനും നികേഷിനൊക്കെ സന്തോഷമുണ്ടാക്കുന്ന ഒരു കാര്യമാട്ടോ. അപ്പം ആദ്യത്തെ വിഷയം എന്ന് പറയുന്നത്, നിധിയുമായിട്ട് അല്പം സ്വരച്ചേർച്ചയിൽ നിൽക്കുന്ന സുധീഷ് ഒരു ഓട്ടം പോവുകയാണ്. അങ്ങനെ ഓട്ടം പോയിട്ട് വരുമ്പോഴത്തേക്ക് സുഭാഷുമായിട്ട് നികേഷിനെ വിളിച്ച് പറയുന്നുണ്ട്, താമസിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം നിധിയും സുധീഷിനോട് സംസാരിക്കുന്നുണ്ട്. കാരണം ഒരു ചെറിയ വഴക്ക് കഴിഞ്ഞിട്ടാണ് സുധീഷ് പോയത്. അതുമാത്രമല്ല, സുധീഷിനെ ഒന്ന് തട്ടിക്കൊണ്ട് പോയതിന് ശേഷം, അല്ലെങ്കിൽ തൻ്റെ അച്ഛനും സഹോദരനും തട്ടിക്കൊണ്ട് പോയതിൽ പിന്നെ സുധീഷ് വൈകി വന്നാൽ നിധിക്ക് വലിയ പേടിയും ഭയമൊക്കെ ഉളവാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വൈകി വന്നപ്പോൾ നിധി വിളിക്കുക കേട്ടോ. വിളിച്ച് സംസാരിച്ചതിന് ശേഷം ഞാനൊരു ഓട്ടത്തിലാണ്, അല്പം താമസിക്കും എന്ന് പറഞ്ഞിട്ട് വളരെ ടയേർഡായിട്ട് ഇരിക്കുന്ന സുധീഷ് വാഹനം ഒതുക്കിയിട്ട് ഫോൺ വിളിക്കുന്നു കേട്ടോ. അതിനുശേഷം വെളിയിലിറങ്ങി മുഖമൊക്കെ കഴുകിയതിന് ശേഷം മടക്ക യാത്രയിൽ പെട്ടെന്ന് കാറെടുത്തിട്ട് പോകുന്ന സമയത്ത് നേരെ ഓപ്പോസിറ്റ് റോങ് സൈഡിൽ വരുന്ന ഒരു ബൈക്കുകാരനെ സുധീഷിൻ്റെ വാഹനം ഇടിക്കുകയും, അങ്ങനെ 2 പേരുടെ ഭാഗത്ത് പിഴവുകളുണ്ട് കേട്ടോ. അങ്ങനെ ഇടുക്കി ആ ബൈക്കുകാരൻ മറിഞ്ഞു വീഴുകയാണ്. അങ്ങനെ ഒടുവിൽ ആളുകൾ കൂടി. അപ്പോൾ സുധീഷും വാഹനം നടത്തിയിട്ട് ഇറങ്ങി ഓടി വന്ന് ഈ ദേഹത്തെ ചാടി പിടിച്ചെഴുന്നേൽപ്പിക്കുന്നുണ്ട്. പിടിച്ചെഴുന്നേൽപ്പിച്ചതിന് ശേഷം ആശുപത്രിയിൽ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതിനിടയിൽ വാക്ക് തർക്കമുണ്ടാക്കുന്നു. അങ്ങനെ സുധീഷിനോട് പറയണം, നീ ആരുടെ നോക്കിയാണ് വാഹനം ഓടിക്കുന്നത്, ഞാൻ കറക്റ്റ് സിഗ്നൽ തന്നല്ലേ പോയത് എന്ന് ചോദിക്കുക. അപ്പം സുധീഷ് പറയുന്നുണ്ട്, നിങ്ങൾ ഏത് സൈഡിൽ കൂടെയാണ്, നിങ്ങൾ ഇൻഡിക്കേറ്ററൊക്കെ ഇട്ടിട്ടുണ്ടായിരിക്കും, അത് ശരിയാണ്, പക്ഷേ നിങ്ങൾ ഏത് സൈഡിൽ കൂടെയാണ് യാത്ര ചെയ്തത് അല്ലെങ്കിൽ വാഹനം ഓടിക്കുന്നത് എന്നൊക്കെ ചോദിച്ച് വാക്ക് തർക്കമുണ്ടാക്കി. ഒടുവിൽ അത് പോലീസ് കേസാക്കാനും തീരുമാനിക്കുക. അങ്ങനെ ഈ ബൈക്കിൽ വന്ന ആൾ അല്പം പിടിപാടും അല്പം കാശുമൊക്കെ ഉള്ള ഒരാളായതുകൊണ്ടായിരിക്കും സുധീഷിന് കേസാക്കുകയും ഒടുവിൽ പോലീസ് വരികയും വാഹനങ്ങൾ രണ്ടും കസ്റ്റഡിയിലെടുക്കുക, അല്ലെങ്കിൽ സുധീഷിൻ്റെ വാഹനവും സുധീഷിനെയും കസ്റ്റഡിയിലെടുക്കുക. അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ പോലീസിന് വലിയ സ്വാധീനമുള്ള ഒരു വ്യക്തിയാണ് ഈ സുധീഷ് ഇടിച്ച വണ്ടിക്കാരൻ. അങ്ങനെ ഒടുവിൽ പ്രശ്നമാകും. അതിനിടയിൽ സുധീഷ് പോലീസ് സ്റ്റേഷനിൽ വെച്ച് അല്പം ഷോ കാണിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഈ ബൈക്കുകാരനോട് രൂക്ഷമായ രീതിയിൽ സംസാരിക്കുമ്പോൾ SIക്ക് ഇത് ഇഷ്ടപ്പെടാതെ വരികയും SI സുധീഷിന് നേരെ ചെല്ലുകയും അങ്ങനെ സുധീഷിൻ്റെ അടി കൊടുക്കുകയും ചെയ്യുന്നൊരു ഭാഗമുണ്ട്. ഒടുവിൽ സുധീഷ് പറഞ്ഞു, സാറേ ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ്, ഞാനല്ല, റോങ് സൈഡ് വന്ന അദ്ദേഹമാണ് എന്ന് പറയും. നീ ആരെയാണ് ന്യായം പഠിപ്പിക്കുന്നത്, നീ ആരെയാ വണ്ടി ഇടിപ്പിച്ചിട്ട് നീ പഠിപ്പിക്കാൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ ചൂടാകുന്ന ആരോടാണ് എന്ന് ചോദിച്ച് സുധീഷിനെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് വളരെ ക്രൂരമായി മർദ്ദിക്കുവാൻ തുടങ്ങുകയും അല്ലെങ്കിൽ മർദ്ദിക്കുകയും, അതിനോടൊപ്പം തന്നെ നീ ഇനി ജയിലിൽ കിടക്കട്ടെ, നിൻ്റെ പേരിൽ നീ ജയിലിൽ കിടക്കട്ടെ എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ നിൻ്റെ വീട്ടുകാർ വരുന്നോളം വരെ നീ ഈ സെല്ലിൽ കിടക്കാൻ പറഞ്ഞ് സെല്ലിലേക്ക് കൊണ്ട് തള്ളിയിടുകയും ചെയ്യുന്നൊരു ഭാഗമുണ്ട് കേട്ടോ. അതിനിടയിൽ ഈ പോലീസുകാരൻ പറയുന്നുണ്ട്, മറ്റേ ബൈക്കുകാരനുമായിട്ട് നമുക്കൊരു ധാരണയിൽ പോയിക്കൂടെ, ഒരു പ്രശ്നം ഉണ്ടാക്കണോ, വലിയ കേസായി പോകുന്ന കാര്യമൊന്നുമല്ല, എങ്കിലും നമുക്കിത് ഒന്ന് ഒഴിവാക്കി വിട്ടുകൂടെ എന്ന് ചോദിക്കുമ്പോൾ ഈ പോലീസുകാരോട് വളരെ ധാർഷ്ട്യത്തോടു കൂടി ഈ ബൈക്ക് യാത്രക്കാരൻ സംസാരിക്കുകയും, ഞാൻ നിയമപരമായിട്ട് പോകുന്നുള്ളൂ, അങ്ങനെ നിയമപരമായിട്ട് പോയില്ലെങ്കിൽ ഇതുപോലുള്ളവന്മാർ ഇനിയും പലരെയും ഇടിച്ചു കൊല്ലൂ എന്നൊക്കെ പറഞ്ഞ് വലിയ ഷോ കാണിച്ച് ഒടുവിൽ പോലീസുകാരനുമായിട്ട് സംസാരിച്ചിട്ട് ഒരു ധാരണ ഉണ്ടാക്കാൻ തുടങ്ങിയാണ്. അങ്ങനെ ധാരണ ഉണ്ടാക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് വലിയൊരു എമൗണ്ട് പൈസ വേണം എന്ന് ഈ ബൈക്ക് യാത്രക്കാരൻ ബാധിക്കുകയും അല്ലെങ്കിൽ പോലീസുകാരോട് പറയുകയും, അങ്ങനെ പോലീസുകാരൻ ഈ സുധീഷുമായിട്ട് സംസാരിക്കുകയാണ്. സുധീഷായിട്ട് സംസാരിക്കുന്നുണ്ട്, ഇത്രയും രൂപ കൊടുത്തു കഴിഞ്ഞാൽ നിന്നെ ഈ കേസിൽ നിന്ന് ഒഴിവാക്കാം, അല്ലെങ്കിൽ അദ്ദേഹം നിയമപരമായിട്ട് പോകും, റോങ് സൈഡിൽ വന്ന് ഇടിച്ചു കൊല്ലാൻ ശ്രമിച്ചു എന്നാണ് പരാതിപ്പെട്ടിരിക്കുന്നത് എന്ന് പറയും കേട്ടോ. അപ്പോൾ പറയുന്നു, സുധീഷ് പറയുന്നു, സാറേ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല, അദ്ദേഹം പറയുന്നത് വെറും പച്ചക്കള്ളമാണെന്ന് പറയാം. എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അവരിങ്ങനെ പരാതി ഇങ്ങനെ തന്നിരിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ കൈക്കും കാലിനൊക്കെ പരുക്കുമുണ്ട്, നീ മനഃപൂർവ്വം ഇടിച്ചു കൊല്ലാൻ ശ്രമിച്ചു എന്നാണ് പരാതി വന്നിരിക്കുന്നത്, അതുകൊണ്ട് ഞങ്ങൾക്ക് കേസെടുക്കാതിരിക്കാൻ പറ്റില്ല എന്ന് പറയുകയും, നീക്ക് ആരെങ്കിലും വിളിച്ചറിയിക്കുകയാണെങ്കിൽ വിളിച്ചറിയിക്കാൻ പറയുകയും, അങ്ങനെ സുഭാഷിനെയും അതുപോലെ വീട്ടുകാരെയൊക്കെ വിളിച്ചറിയിക്കുക. വേഗത്തിൽ
നിധിയും സുഭാഷും ഹരീഷും നികേഷൊക്കെ പാഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ വരിക. പോലീസ് സ്റ്റേഷനിൽ വന്നപ്പോഴത്തേക്ക് ഈ അപകടം സംഭവിച്ച വ്യക്തിയുണ്ട്. അദ്ദേഹത്തിന് വലിയ പരിക്കുകളൊന്നുമില്ല, ചെറിയ ചെറിയ പോറലുകളൊക്കെ ഉള്ളു. എന്നാലും സുഭാഷ് അവിടെ വെച്ച് പോലീസുകാരുമായിട്ട് കെഞ്ചി സംസാരിക്കുക. അപ്പം പറയുന്നുണ്ട്, നിങ്ങൾ അങ്ങനെയൊന്നും സംസാരിച്ചിട്ട് കാര്യമില്ല, ഇദ്ദേഹം ഒരു സെറ്റിൽമെൻറ്റിന് വേണ്ടി തയ്യാറായിട്ടുണ്ട്. ആ സെറ്റിൽമെൻറ്റ് നിങ്ങൾക്ക് തയ്യാറാണെങ്കിൽ കേസില്ലാതെ പോകും, അല്ലെങ്കിൽ ഇവൻ്റെ പേരിൽ കൊലപാതക കുറ്റത്തിന് കേസെടുക്കും, അല്ലെങ്കിൽ കൊലപാതക ശ്രമത്തിന് കേസെടുക്കുമെന്ന് പറയുകയാണ്. അപ്പം സുധീഷ് അവിടെ നിന്ന് പറയുന്നുണ്ട്, സുഭാഷിനോട് പറയുന്നുണ്ട്, ചേട്ടാ ഞാൻ അങ്ങനെയും ചെയ്തിട്ടില്ല, അദ്ദേഹം റോങ് സൈഡ് വന്നതാണ്, അദ്ദേഹം ഇപ്പം മനഃപൂർവ്വം ഞാൻ കൊല്ലാൻ ശ്രമിച്ചു എന്നാണ് പരാതിപ്പെട്ടിരിക്കുന്നതെന്ന് പറയുകയാണ്. അപ്പോൾ സുഭാഷും പോലീസുകാരോട് പറയുന്നുണ്ട്, സാറേ അവൻ അങ്ങനെയൊന്നും മനഃപൂർവ്വം, അവനങ്ങനെ ആരും ശത്രുതയൊന്നുമില്ല, അവനാരെ അങ്ങനെ ഇടിച്ചു കൊല്ലുകയൊന്നുമില്ല, അവന് വാഹനം ഓടിക്കുന്നവനല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ പോലീസുകാരൻ പറയും, ഇതിവിടെ ന്യായമൊന്നുമല്ല, ഇവിടെ എനിക്ക് എൻ്റെ മുന്നിൽ വന്ന പരാതി ഞാൻ രജിസ്റ്റർ ചെയ്യാതെ എനിക്ക് നിയമമുള്ളൂ, അല്ലാതെ നിങ്ങൾക്ക് വേണമെങ്കിൽ പുറത്ത് സെറ്റിൽമെൻറ്റ് ചെയ്യാം, ഇദ്ദേഹം ഒരു എമൗണ്ട് പറഞ്ഞിട്ടുണ്ടെന്ന് പറയുകയും അങ്ങനെ എത്ര രൂപയാണ് എന്ന് ചോദിക്കുമ്പോൾ ഭീമമായ ഒരു തുക ഈ ബൈക്ക് യാത്രക്കാരൻ ചോദിക്കുകയും സാറേ അത്ര ഒന്നും കൊടുക്കാനില്ല എന്ന് പറയുകയും, എന്നാൽ ഇവൻ്റെ പേരിൽ കേസ് രജിസ്റ്റർ ചെയ്യാൻ ഈ ബൈക്കുകാരൻ പറയുകയും ചെയ്യുന്നൊരു ഭാഗമൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ വളരെ ദയനീയാവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത് എന്തായാലും പോലീസുകാർ ഇവന് സുധീഷിനെ പേരിൽ കേസ് എഴുതും എന്ന് തീരുമാനിച്ച് നിൽക്കുന്നൊരു ഭാഗം സുഭാഷും ഹരീഷുമൊക്കെ കണ്ടപ്പോൾ എങ്ങനെയെങ്കിലും ഇത് സെറ്റിൽമെൻ്റ് ആക്കാം, എവിടെ നിന്നൊക്കെ വായ്പ മേടിച്ചെങ്കിലും സുധീഷിനെ രക്ഷപ്പെടുത്താം എന്ന് പറയുകയും അങ്ങനെ വീട്ടിൽ പോയി വേഗത്തിൽ പൈസ അറേഞ്ച് ചെയ്യുകയും അതിനിടയിൽ അങ്ങനെ അറേഞ്ച് ചെയ്ത് കയ്യിലിരുന്ന എല്ലാവരുടെയും കാശെടുത്ത് ഇദ്ദേഹത്തിന് കൊടുത്തതിന് ശേഷം കേസിൽ നിന്ന് ഒഴിവാക്കിയേട്ടാ. അങ്ങനെ സെല്ലിൽ നിന്ന് പുറത്തിറങ്ങിയ സുഭാഷ് എസ് ഐയുമായിട്ട് വാക്ക് തർക്കമുണ്ടാകുകയും അത് എസ് ഐക്ക് ഇഷ്ടപ്പെടാതെ വരികയും അങ്ങനെ എല്ലാവരുടെയും മുൻപിൽ വെച്ച് എസ് ഐ സുധീഷിനെ ക്രൂരമായി അടിക്കുകയും അതുപോലെ മർദ്ദിക്കുകയും ചെയ്യുന്നൊരു ഭാഗമുണ്ട് കേട്ടോ. ഇത് കണ്ടപ്പോൾ എല്ലാവർക്കും സങ്കടം തോന്നുകയും അങ്ങനെ അവിടെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുന്ന സുഭാഷിനെയും ഹരീഷിനെയും നിധിയൊക്കെ കാണാം കേട്ടോ. അപ്പോൾ നിധിയുടെ മുൻപിൽ വെച്ച് ഈ അടി കൊണ്ടത് സുഭാഷിന് വലിയൊരു വേദനയുണ്ടാകുകയും അല്ലെങ്കിൽ വലിയൊരു ചമ്മലൊക്കെ ഉണ്ടാകുകയും ചെയ്യും. അങ്ങനെ അതിനുശേഷം പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോകാൻ നേരത്ത് പറയുന്നത് നിന്റെ ലൈസൻസ് ഇങ്ങ് തരാൻ പറയുകയും അങ്ങനെ പോലീസുകാരൻ വീണ്ടും അദ്ദേഹത്തോട് തട്ടിക്കയറിയതിൻ്റെ ഫലമായി സുധീഷിൻ്റെ ലൈസൻസ് മേടിച്ച് വെക്കുക, 3 മാസത്തേക്ക് നീ വാഹനം ഓടിക്കേണ്ട, നീ വാഹനം ഓടിക്കാൻ പഠിച്ച് എങ്ങനെ ആളുകളോട് ഇടപെടണം എന്ന് പഠിച്ചിട്ടൊക്കെ നീ വണ്ടി ഓടിച്ചാൽ മതി എന്ന് പറയാം. അപ്പോൾ സുഭാഷ് എന്ന് പറയുന്നുണ്ട്, സാറേ അവൻ ഇതാണ് ഉപജീവന മാർഗം, അവൻ ലൈസൻസ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അവൻ എങ്ങനെ ജീവിക്കും എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേങ്കിൽ ആ എസ് ഐ ഒരു കാരണവശാലും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാതെ സുധീഷിൻ്റെ ലൈസൻസ് എടുത്ത് വെക്കുകയും അങ്ങനെ വളരെ ദയനീയമായി അവിടുന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്യുന്നൊരു ഭാഗമുണ്ട്. അങ്ങനെ വീട്ടിൽ മടങ്ങിയെത്തിയ സുധീഷ് പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി തൻ്റെ മുറിയിൽ പോയി തൻ്റെ പേഴ്സ് എടുത്ത് നോക്കുമ്പോൾ തൻ്റെ പേഴ്സിൽ കുറച്ച് പൈസ ഉണ്ടായിരുന്നു, ആ പൈസ ഇല്ലാതെ ഇരിക്കുന്നൊരു ഭാഗമുണ്ട് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് എല്ലാവരും ചോദിക്കുക, എൻ്റെ പേഴ്സിൻ്റെ അകത്ത് പൈസ ഉണ്ടായിരുന്നു, അത് കണ്ടോ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഹരീഷ് പറയുന്നുണ്ട്, അത് ഞങ്ങൾ എടുത്ത് എന്ന് പറയാം. അപ്പോൾ പെട്ടെന്ന് സുധീഷിന് ദേഷ്യം വരികയാണ്. കാരണം ദേഷ്യം ഒന്നാതെ ഉണ്ട്, കാരണം പോലീസ് സ്റ്റേഷനിൽ വെച്ച് എല്ലാവരെയും മുൻപിൽ ചടി കിട്ടി, അതുപോലെ തെറ്റ് ചെയ്യാത്ത തന്നെ പോലീസുകാരൻ മർദ്ദിച്ചതൊക്കെ ഒരു വലിയ ദേഷ്യത്തോടുകൂടി നിൽക്കുമ്പോഴാണ് തൻ്റെ കയ്യിൽ നിന്ന് പൈസ ഹരീഷൊക്കെ എടുത്തു എന്ന് പറയുന്നത്. പെട്ടെന്ന് ദേഷ്യം വന്ന് സുധീഷ് ഹരീഷുമായിട്ട് വാക്കുതർക്കമുണ്ടാകുകയും ഒടുവിൽ അടിപിടിയിൽ കലാശിക്കുകയും ചെയ്യുന്നൊരു ഭാഗമുണ്ട് കേട്ടോ. ഈ സമയത്ത് ഇതെല്ലാം ദയനീയമായി കണ്ടു നിൽക്കാൻ മാത്രം നിധിക്ക് കഴിയുന്ന ചില സാഹചര്യങ്ങളൊക്കെ കാണാം. അങ്ങനെ നിധി ഇതിനകത്ത് ഇടപെടുന്നുണ്ട്. നിധി പറയണം അടങ്ങിയിരിക്കാൻ പറയുക, എല്ലാവരും അടങ്ങി നിൽക്കുക, എന്തിനാണ് ഇങ്ങനെ തമ്മിത്തല്ലി ചാകാൻ തുടങ്ങുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഈ സമയത്ത് സുധീഷ് അല്പം പിന്മാറുമെങ്കിലും വീണ്ടും എന്തിനാണ് എന്നോട് ചോദിക്കാതെ എൻ്റെ പേഴ്സിൽ നിന്ന് പൈസ എടുത്തത് എന്ന് ആവർത്തിച്ച് ചോദിക്കുമ്പോൾ ഹരീഷ് പറയുന്നുണ്ട്, നീ അവിടെ പോയി സുധീഷൻ അവിടെ പോയി പോലീസ് സ്റ്റേഷൻ ചെന്നതും അവിടെ നിന്ന് രക്ഷിച്ചുകൊണ്ട് പോകുന്നതും വെറുതെ ഒന്നുമല്ല, ചേട്ടൻ്റെ പൈസയും ഞങ്ങളുടെ എല്ലാം പൈസയും എടുത്തുകൊണ്ട് തന്നെയാണ് രക്ഷിച്ചുകൊണ്ട് പോകുന്നത്, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ജയിലിൽ കിടക്കേണ്ടി വന്നേരം എന്ന് പറയാം. അപ്പോൾ സുധീഷ് പറയാം, അതിൻ്റെ കാര്യമില്ലായിരുന്നല്ലോ, നിങ്ങളെന്തിനാണ് എൻ്റെ പൈസ എടുത്തത്, നിങ്ങൾ പൈസ കൊടുക്കേണ്ട കാര്യമൊന്നുമില്ലാതെ ഞാൻ ജയിലിൽ പോയാലും ആ പൈസ എടുക്കേണ്ട കാര്യമില്ല, ഞാൻ എന്ത് ആവശ്യത്തിന് വേണ്ടി വെച്ചതാണെന്ന് നിങ്ങൾക്ക് അറിയാമോ എന്നൊക്കെ ചോദിക്കുകയും വീണ്ടും ശണ്ട കൂടിയും അല്ലെങ്കിൽ വഴക്കുണ്ടാക്കുകയും അതിനിടയിൽ സുഭാഷ് വളരെ ശക്തമായി എല്ലാവരെയും രണ്ടുപേരെയും ഉപദേശിച്ച് മാറ്റി നിർത്തുകയും ചെയ്യുന്നൊരു ഭാഗമുണ്ട്. അതിനുശേഷം പിന്നെ കാണുന്നത്
എന്തായാലും സുഭാഷ് വളരെ ദയനീയ അവസ്ഥയിലാണ് നിൽക്കുന്നത്. ഒന്നാമത്തെ തിരിച്ചടികൾ ഒന്നിനു പുറകെ ഒന്നായി തിരിച്ചടികൾ മാത്രമാണ് സുഭാഷിൻ്റെ ജീവിതത്തിൽ വരുന്നത്. അതിനിടയിൽ ഈ ഹരീഷും സുധീഷും തമ്മിലുള്ള വാക്കുതർക്കവും അടിപിടിയുമൊക്കെ താങ്ങാൻ കഴിയുന്നതിനും അപ്പുറമാവുകയും അത് നിധി ഉള്ളപ്പോൾ തന്നെ ഇത് സംഭവിക്കുന്നത് വളരെ സങ്കടകരമാകുന്ന കാഴ്ചയൊക്കെയാണ് നമ്മൾ കാണുന്നത്. അതിനുശേഷം കാണുന്നത് പിന്നീട് പിറ്റേ ദിവസം കാണുന്നത് ഈ രാത്രി വഴക്കുണ്ടാക്കിയ അടിപിടി ഉണ്ടാക്കിയ ഹരീഷും സുധീഷും കെട്ടിപ്പിടിച്ച് നടക്കുകയും അല്ലെങ്കിൽ അവർ തമ്മിൽ രഹസ്യങ്ങൾ പറയുകയും ചെയ്യുന്നൊരു കാഴ്ച കണ്ട് അങ്ങനെ എന്താണ് എന്നറിയാൻ വേണ്ടി ദിതി അടുക്കൽ ചെല്ലുമ്പോൾ ഇവർ സംസാരം നടത്തുകയും അതിനുശേഷം രണ്ടുപേരും കൂടെ രാവിലെ തന്നെ ഒരു യാത്ര തിരിക്കുക. സുധീഷും ഹരീഷും ഒരു യാത്ര തിരിക്കുന്നൊരു ഭാഗമുണ്ട്. രാത്രിയിൽ വമ്പൻ തമ്മിത്തല്ലും ചീത്തവിളിയും അടിപിടിയും ഒക്കെ കൂടിയതിനു ശേഷം രാവിലെ അവരൊന്നായി നിന്ന് എന്തോ ആവശ്യങ്ങൾക്ക് വേണ്ടി യാത്ര തിരിക്കുന്നൊരു ഭാഗമുണ്ട്. അങ്ങനെ നിധിക്കതൊന്നും മനസ്സിലാകാതെ നിൽക്കുന്ന സാഹചര്യം നമുക്ക് കാണാം കേട്ടോ. അങ്ങനെ നേരെ സുധീഷും ഹരീഷും പോകുന്നത് തൻ്റെ വർക്ക്ഷോപ്പിലേക്കാണ്. വർക്ക്ഷോപ്പിൽ ചെന്ന് രാവിലെ വർക്ക്ഷോപ്പ് തുറക്കുന്നു. അല്പം നേരത്തെ വർക്ക്ഷോപ്പ് തുറക്കുക കേട്ടോ. അപ്പോൾ സുധീഷും ഉണ്ട്. അപ്പം പെട്ടെന്ന് ഒരു ഫോൺ കോൾ ചെയ്യുന്നു. ഹരീഷ് ഒരു ഫോൺ കോൾ ചെയ്യുന്നു. പെട്ടെന്ന് വേഗത്തിൽ തന്നെ ഒരു പ്രായമുള്ള ഒരു മനുഷ്യൻ ഒരു സ്കൂട്ടിയുമായിട്ട് അങ്ങോട്ട് വരിക കേട്ടോ. സ്കൂട്ടിയായിട്ട് വന്നു കഴിയുമ്പോഴത്തേക്ക് ആ സ്കൂട്ടിയെ നോക്കി നിൽക്കുന്ന സുധീഷിനെ കാണാം. അങ്ങനെ പെട്ടെന്ന് ഈ വന്ന ആൾ ചോദിക്കുകയാണ്, എന്താണ് ഹരീഷ് അതെ രാവിലെ തന്നെ വിളിച്ചു വരുത്തിയത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പറഞ്ഞ് ഞാനൊരു ഇതിനിടയിൽ വർക്ക്ഷോപ്പിൽ കൊണ്ടുവന്ന ഈ സ്കൂട്ടിയെ വന്ന ആൾ ഒരു സ്കൂട്ടി വിൽക്കാനുണ്ട്, ആരെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേക്കണമെന്ന് ഹരീഷിനോട് പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് ഈ വിളിച്ചു വരുത്തിയത്. അങ്ങനെ ഹരീഷ് സുധീഷിനെ പരിചയപ്പെടുത്തുന്നത് ഇതെൻ്റെ ചേട്ടനാണ്, ചേട്ടന് ഒരു സ്കൂട്ടിയുടെ ആവശ്യമുണ്ട്, അതുകൊണ്ടാണ് ചേട്ടനെ വിളിച്ചു വരുത്തിയത് എന്ന് പറയാം. അപ്പോൾ പെട്ടെന്ന് പറഞ്ഞ് ഈ സ്കൂട്ടിയുമായിട്ട് വന്ന അദ്ദേഹം പറയുകയാണ്, ഇത് എൻ്റെ മോളുടെ സ്കൂട്ടിയാണ്, നല്ല രാശിയുള്ള സ്കൂട്ടിയാണ്, മാത്രമല്ല ഇതിന് ഒരു അപകടവും ഒരു കൈപ്പിഴയും ഈ വാഹനത്തിന് സംഭവിച്ചിട്ടില്ല, നല്ലൊരു വാഹനമാണ്, ഇത് കൊടുക്കാൻ താല്പര്യമില്ല, എങ്കിലും കൊടുക്കുന്ന മറ്റൊന്നുമല്ല എൻ്റെ മോളുടെ കല്യാണമൊക്കെ കഴിഞ്ഞ് അവർ വിദേശത്തേക്ക് പോവുകയാണ്, പിന്നെ ഈ വീട്ടിലൊന്നാതെ ഇടയില്ല വാഹനങ്ങളൊക്കെ വെക്കാൻ, അപ്പോൾ ഇവിടെ വെറുതെ വീട്ടിലിരുന്ന് ഇത് തുരുമ്പ് പിടിച്ച് പോകണ്ടല്ലോ എന്നോർത്താണ് ഈ വാഹനം ഞാൻ കൊടുക്കുന്നത് എന്ന് പറയുകയും അങ്ങനെ ഈ വാഹനത്തിൻ്റെ വില പറയുകയും ചെയ്യണം. അങ്ങനെ അവർ പറഞ്ഞ വില അല്പം കൂടിപ്പോയി, അല്ലെങ്കിൽ ഈ കൊണ്ടുവന്ന ആൾ ഉടമ പറഞ്ഞ തുക അല്പം കൂടിപ്പോയി. അപ്പോൾ ഒടുവിൽ സുധീഷ് അവിടെ ഒരു ബാർഗൈനിങ് ചെയ്യുകയും അങ്ങനെ വില 5000 രൂപ കുറയ്ക്കുകയും ചെയ്യുക. കുറച്ചതിന് ശേഷം ഹരീഷിനോട് പറയുകയാണ്, ഹരീഷിനോട് ഈ വാഹന ഉടമ പറയാണ്, ഹരീഷിൻ്റെ ചേട്ടനായതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ പൈസ കുറച്ച് തരുന്നത്, എനിക്കിഷ്ടപ്പെട്ട ഒരു വാഹനമാണ്, നല്ല കണ്ടീഷൻ വാഹനമാണെന്നൊക്കെ പറയാണ്. അങ്ങനെ സുധീഷ് ഈ വാഹനമൊക്കെ ആയിട്ടൊന്ന് കറങ്ങി ഇഷ്ടപ്പെട്ട് ആ വാഹനം കച്ചവടം ചെയ്യുന്ന സമയത്ത് 10000 രൂപ മാത്രം ഈ സ്കൂട്ടിയുടെ ഉടമയ്ക്ക് കൊടുത്തിട്ട് പറയണം, ബാക്കി പൈസ ഞാൻ അടുത്ത ദിവസം തന്നെ ഉടൻ തന്നെ തരാമെന്ന് പറയണം. അപ്പം ഈ സ്കൂട്ടിക്കാരൻ പറഞ്ഞു, അതെങ്ങനെയാണ് ശരിയാകുന്നത്, കച്ചവടം നടക്കുമ്പോൾ ഫുൾ കാശ് തരണ്ടേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ സുധീഷ് അവിടെ തൻ്റെ യഥാർത്ഥ നാടകം കളിക്കുകയാണ്. സുധീഷ് തൻ്റെ പരാതികളൊക്കെ പറയുകയാണ്, തൻ്റെ ആഗ്രഹമാണ് ഒരു സ്കൂട്ടി മേടിക്കണം, തൻ്റെ വൈഫിന് വേണ്ടിയാണിത്, അവൾ ഇന്നും ബസ്സിലാണ് ജോലിക്ക് പോകുന്നത്, അവൾക്ക് ഞാനൊരു ഗിഫ്റ്റ് കൊടുക്കുകയാണെങ്കിൽ അത് അവൾക്ക് വലിയ സന്തോഷമായിരിക്കും, അതുകൊണ്ട് ഒന്ന് മനസ്സലിഞ്ഞ് എനിക്ക് 2-3 ദിവസത്തെ അവധി തരണം, കുറച്ച് ദിവസത്തെ അവധി തരണം, ബാക്കി ഫുൾ പൈസ നിങ്ങൾക്ക് തന്നേക്കാമെന്ന് പറയുകയും അങ്ങനെ സുധീഷിൻ്റെ ആ സംസാരത്തിൽ ഈ വാഹന ഉടമ വീഴുകയും അങ്ങനെ ഹരീഷിനെ റെക്കമെൻഡ് ചെയ്ത് സുധീഷ് ആ വാഹനം സ്വന്തമാക്കി നേരെ വീട്ടിലേക്ക് പോകുന്നൊരു കാഴ്ചയുണ്ട് കേട്ടോ. അങ്ങനെ വീട്ടിൽ ചെന്ന് എല്ലാവരെയും വിളിച്ചു വരുത്തി, അല്ലെങ്കിൽ നിധിയെ ഒഴികെ സുഭാഷിനെയും നികേഷിനെയും വിളിച്ചു വരുത്തി ഈ വാഹനം കാണിക്കുക. അങ്ങനെ സുഭാഷ് പറയുകയാണ്, അത് വളരെ സന്തോഷമായല്ലോടാ, നിധിക്ക് വേണ്ടി ഒരു വാഹനം മേടിച്ചത് നന്നായി എന്ന് പറയാം. അപ്പോൾ ഹരീഷ് പറയാം, ബാക്കി പകുതി പൈസ കൊടുത്തിട്ടുള്ളൂ, ബാക്കി പൈസ കൊടുക്കേണ്ടി വരും എന്ന് കൊടുക്കാനിരിക്കുക ആണ് എന്ന് പറയാണ്. അപ്പോൾ പറയാണ് സുഭാഷ് പറയുക, അതൊന്നും സാരമില്ല, നമുക്ക് എല്ലാവർക്കും കൂടെ ഉണ്ടാക്കി കൊടുക്കാം, നിധിയുടെ സന്തോഷമാണ് നമ്മുടെ സന്തോഷം എന്ന് പറയുകയും. അപ്പം ഹരീഷ് ചോദിക്കാം, അതെന്തിനാ ചേട്ടൻ പൈസ ഉണ്ടാക്കി കൊടുക്കുന്നത്, നമ്മളെന്തിനാ പൈസ ഉണ്ടാക്കി കൊടുക്കുന്നത്, അത് സുധീഷൻ്റെ ഭാര്യയ്ക്ക് വേണ്ടിയല്ലേ, സുധീഷ് കൊടുക്കട്ടെ എന്ന് പറയണം. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുതർക്കം ഉണ്ടാകാൻ ശ്രമിക്കുമ്പോഴേ സുഭാഷ് പറയാം, വേണ്ട ആ കേസ് വിട്ടാരെ, നമുക്ക് മേടിച്ചു കൊടുക്കാം, നമുക്ക് പൈസ ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറയുക. അതിനുശേഷം സർപ്രൈസായിട്ട് നിധിയെ വിളിച്ചുകൊണ്ട് വന്ന് കണ്ണൊക്കെ അടപ്പിച്ച് കൊണ്ടുവന്ന് ഈ സർപ്രൈസ് ഗിഫ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് വരികയും അങ്ങനെ ഈ സ്കൂട്ടി നിധിക്ക് കൈമാറുകയും ചെയ്യുന്നൊരു മനോഹരമാകുന്ന രംഗമൊക്കെയുണ്ട്. അത് കഴിഞ്ഞുള്ള ട്വിസ്റ്റാണ് രസകരമാകുന്ന കാര്യം. അത് നമുക്ക് വരുന്ന ദിവസത്തെ എപ്പിസോഡിൽ പറയാം. വീണ്ടും കാണും വരെ എല്ലാവർക്കും ഗുഡ് ബൈ.